15കാരന്റെ കഥ വലിയ അത്ഭുതമാവുകയാണ്. ഗ്രനേഡ് പഠിച്ചത് യൂട്യൂബിൽ നിന്ന്, പ്രയോഗിക്കാൻ പഠിച്ചതും അവിടെ നിന്ന് തന്നെ. ജമ്മുവിലെ ബസ് സ്റ്റാൻഡിലെ ഭീകരാക്രമണത്തിന് പിന്നിൽ 9ാം ക്ലാസ്സുകാരനെന്ന വാർത്തകൾ പുറത്തുവരുമ്പോൾ ആശങ്കകൾ ഇരട്ടിയാവുകയാണ്. ജമ്മുവിലെ തിരക്കേറിയ ബസ് സ്റ്റാൻഡിൽ 2 പേരുടെ മരണത്തിനും 32 പേരുടെ പരിക്കിനും കാരണമായ ഗ്രനേഡ് ഉപയോഗിച്ചുള്ള ഭീകരാക്രമണത്തിൽ വലിയ വഴിത്തിരിവാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഗ്രനേഡ് ആക്രമണം നടത്തിയത് 9ാം ക്ലാസ്സുകാരനെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. ഗ്രനേഡ് ഭക്ഷണത്തിൽ പൊതിഞ്ഞ് ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കുകയായിരുന്നു ഈ കൗമാരക്കാരൻ. സംഭവ സ്ഥലത്ത് കാറിലെത്തിയ കുട്ടി ബസ്സിൽ ഭക്ഷണപാത്രം വച്ച് തിരികെ വരികയായിരുന്നു. ഇയാൾ ഒരു കാറിലാണ് എത്തിയതെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഡ്രൈവറെക്കുറിച്ചും അന്വേഷണം ഊർജിതമാണ്. ആക്രമണത്തിന് 1 മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതിയെ കണ്ടെത്തുകയായിരുന്നു. ദക്ഷിണ കശ്മീരിലെ കുൽഗാമിൽ നിന്നാണ് 15 വയസ്സുകാരനെ പോലീസ് കൂട്ടിക്കൊണ്ടുപോയത്. വിശദമായ ചോദ്യം ചെയ്യലിലാണ് ഇയാളാണ് ബോംബ് നിർമ്മിച്ചതെന്ന് തെളിഞ്ഞത്. യൂട്യൂബിൽ നിന്നുമാണ് ഗ്രനേഡ് എങ്ങനെ നിർമ്മിക്കുമെന്നും ഉപയോഗിക്കുമെന്നും ഇയാൾ കണ്ടെത്തിയതെന്നാണ് വിവരം. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന 2 പേർ കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. ഭീകര സംഘടനയായ ഹിസ്ബുൾ മുജാഹിദീനാണ് ആക്രമണത്തിന് പിന്നിലെന്നും ഹിസ്ബുൾ മുജാഹിദീൻ നേതാവ് ഫറൂഖ് അഹമ്മദ് ഭട്ടാണ് ആക്രമണത്തിന് കുട്ടിയെ നിയോഗിച്ചതെന്നും ജമ്മു കശ്മീർ ഇൻസ്പെക്ടർ ജനറൽ വ്യക്തമാക്കിയിരുന്നു. പുൽവാമ ഭീകരാക്രമണത്തിൽ സൈനിക ബസ്സുകളുടെ നേർക്ക് കാർ ഓടിച്ചു കയറ്റിയ ആദിൽ അഹമ്മദ് ധർ എന്ന ചാവേർ ജെയ്ഷെ മുഹമ്മദിന്റെ അഫ്സൽ ഗുരു ചാവേർ സംഘത്തിലെ അംഗമായിരുന്നു. അതിന് പിന്നാലെയാണ് പുതിയ ചെറുപ്പക്കാർ ഭീകരവാദികളായി മാറുന്നത്. ചെറുപ്പക്കാർ തീവ്രവാദത്തിലേക്ക് കടന്നുവരുന്നത് കശ്മീരിൽ വലിയ ആശങ്കയായിരിക്കുന്നതിനിടെയാണ് പുതിയ വാർത്തകൾ. ഏറ്റവും ഒടുവിൽ താൻ ഇന്ത്യക്കാരനെന്ന നിലയിൽ അഭിമാനം കൊള്ളുന്നില്ലെന്നുള്ള പാർലമെന്റ് ആക്രമണ കേസിലെ പ്രതി അഫ്സൽ ഗുരുവിന്റെ മകന്റെ വാക്കുകൾ വലിയ വിവാദമായിരിക്കുന്നതിനൊപ്പമാണ് ഇപ്പോൾ പുതിയ വാർത്തകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്കാരനായതിൽ അഭിമാനിക്കുന്നുവെന്ന രീതിയിൽ മാധ്യമങ്ങളിൽ വന്നതിൽ രോഷാകുലനായി പാർലമെന്റ് ആക്രമണ കേസിലെ പ്രതി അഫ്സൽ ഗുരുവിന്റെ മകൻ ഗാലിബ് ഗുരു നേരത്തെ വന്നിരുന്നു. ഇത്തരത്തിൽ പുറത്തുവന്ന വാർത്തകളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന്, തനിക്ക് ഇന്ത്യക്കാരനാണെന്നതിൽ അഭിമാനമൊന്നുമില്ല എന്നുമൊക്കെയാണ് ഗാലിബ് വെളിപ്പെടുത്തിയത്. ഇത് വലിയ വിവാദമായി മാറിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ 15 വയസ്സുകാരനാണ് കശ്മീരിലെ സ്ഫോടനത്തിന് പിന്നിൽ നിന്നുള്ള വാർത്തകൾ പുറത്തുവരുന്നത്. വളരെ ഗൗരവത്തോടെ രാജ്യം ഇത് ചർച്ച ചെയ്യുന്നതും. പ്രത്യേകിച്ചും പുൽവാമ ഭീകരാക്രമണം ഉണ്ടായ സമയത്ത് തന്നെ ചെറുപ്പക്കാർ, യുവാക്കൾ ഇതിലേക്ക്, ഭീകരവാദത്തിലേക്ക് ആകൃഷ്ടരായി വരുമോ എന്നുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നു. കശ്മീരിലെ സാഹചര്യങ്ങൾ അവരെ അതിലേക്ക് തള്ളിവിടുന്നു എന്നുള്ള ആക്ഷേപങ്ങളൊക്കെ പല കോണുകളിൽ നിന്നുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ 15കാരന്റെ കഥ രാജ്യമൊട്ടാകെ ചർച്ചയായിരിക്കുന്നത്. ജമ്മുവിലെ ബസ് സ്റ്റാൻഡിലെ ഭീകരാക്രമണത്തിന് പിന്നിൽ 9ാം ക്ലാസ്സുകാരനാണെന്നുള്ള വാർത്തകൾ പുറത്തുവരുമ്പോൾ ആശങ്കകൾ കൂടുന്നതിന്റെ കാരണവും അതുതന്നെയാണ്. തിരക്കേറിയ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ ചാവേറുകളാകാൻ തയ്യാറായി യുവാക്കൾ എത്തുന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ കുട്ടി കൗമാരക്കാരനാണ്. 15 വയസ്സുള്ള കുട്ടി ഇത്തരത്തിൽ ഗ്രനേഡ് ഉപയോഗിച്ചുള്ള ഭീകരാക്രമണത്തിനെത്തുമ്പോൾ ഇതൊക്കെ ഭീകരവാദികൾ കൂടുതൽ മുതലെടുക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഗ്രനേഡ് ഭക്ഷണത്തിൽ പൊതിഞ്ഞ് ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവന്ന് നിക്ഷേപിക്കുകയായിരുന്നു ഈ കൗമാരക്കാരൻ. അത് വളരെ ഗൗരവത്തോടെ തന്നെയാണ് രാജ്യം ഇപ്പോൾ കാണുന്നത്. സംഭവ സ്ഥലത്ത് കാറിലെത്തിയ കുട്ടി ബസ്സിൽ ഭക്ഷണപാത്രം വച്ച് തിരികെ വരികയായിരുന്നു. കാറിലാണ് എത്തിയതെന്ന് പറയുമ്പോൾ കൃത്യമായി കുട്ടിയെ ടാർഗറ്റ് ചെയ്ത ആൾക്കാർ ചുറ്റിലുമുണ്ടായിരുന്നു. കൃത്യമായി സ്ഥലത്ത് എത്തിക്കുന്നുണ്ട്. ഇതിന്റെ തെളിവെടുപ്പൊക്കെ നടത്തുമ്പോൾ കിട്ടുന്ന വിവരങ്ങൾ അതുതന്നെയാണ്. കൃത്യമായ ആസൂത്രണമാണ്. ഇത്തരത്തിൽ കുട്ടികൾക്ക് നിർദ്ദേശങ്ങളാണ് ഭീകരവാദികൾ കൊടുക്കുന്നത്. 15 വയസ്സുകാരനെ കശ്മീരിലെ കുൽഗാമിൽ നിന്നും പോലീസ് പിടികൂടി വിശദമായ ചോദ്യം ചെയ്യൽ നടത്തിയപ്പോഴാണ് യൂട്യൂബിൽ നിന്നാണ് ബോംബ് നിർമ്മിക്കുന്നത് പഠിച്ചതെന്നും ഗ്രനേഡ് എങ്ങനെ നിർമ്മിക്കാമെന്ന് പഠിച്ചതും എങ്ങനെ ഉപയോഗിക്കാമെന്ന് പഠിച്ചതെന്നുമൊക്കെ കുട്ടി ഇപ്പോൾ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിഞ്ഞിരുന്ന 2 പേർ കൂടി മരിച്ചിരിക്കുകയാണ്. സംഭവത്തിന്റെ ആഘാതം ഒന്നുകൂടി കൂടിയിരിക്കുകയാണ്.